ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് നമ്മൾ നോക്കുന്നത്. അതായത് കോസ്പെറ്റ് എന്ന കമ്പനിയുടെ ടാങ്ക് M2 എന്ന് പറയുന്ന മിലിറ്ററി ഗ്രേഡിലുള്ള ഒരു റഗ്ഗഡ് ടൈപ്പ് വാച്ച്, അതായത് സ്മാർട്ട് വാച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ റഗ്ഗഡ് ടൈപ്പ് വാച്ചുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് വളരെ ഹാർഷ് ആയിട്ടുള്ള കണ്ടീഷനുകളിൽ വാച്ചുകൾ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നതാണ്. അതായത് നമ്മൾ ഈ കൺസ്ട്രക്ഷൻ പോലെയുള്ള മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കും, ഒരുപാട് ഡസ്റ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് വൈബ്രേഷൻ ഒക്കെ ഉള്ള മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കും, മൈനിങ് പോലെയുള്ള ജോലികൾ ചെയ്യുന്നവർക്ക്, അത്തരത്തിൽ ഹാർഷ് ആയിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള വാച്ചുകളാണ് റഗ്ഗഡ് ടൈപ്പ് വാച്ചുകൾ എന്ന് പറയുന്നത്. നോർമൽ സ്മാർട്ട് വാച്ചുകളെ അപേക്ഷിച്ച് കുറേ കൂടി ഡ്യൂറബിൾ ആയിരിക്കും ഇത്. അതായത് ഒരുപാട് ഹാർഷ് ആയിട്ടുള്ള കണ്ടീഷനുകളെ തരണം ചെയ്യാൻ വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ള വാച്ചുകളെയാണ് ഇത്തരത്തിൽ പറയപ്പെടുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതുപോലൊരു ബോക്സിനകത്താണ് നമ്മുടെ സ്മാർട്ട് വാച്ച് വരുന്നത്. നമുക്ക് ബോക്സ് തുറന്ന് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്മാർട്ട് വാച്ച്, അതുപോലെ തന്നെ വാച്ചിൻ്റെ ചാർജിങ് ഡോക്ക്, സിലിക്കോൺ മെറ്റീരിയൽ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന വാച്ചിൻ്റെ സ്ട്രാപ്പ്, ഇത്രയും മെറ്റീരിയൽസ് ആണ് ഈ ഒരു ബോക്സിനകത്ത് നമുക്ക് കിട്ടുക. ഇതാണ് വാച്ചിനോടൊപ്പം നൽകിയിരിക്കുന്ന ചാർജിങ് ഡോക്ക്. ഒരു വശത്തായി വാച്ച് ഡോക്ക് ചെയ്യാനുള്ള ഭാഗവും മറുവശത്തായി USB ടൈപ്പ് A പിന്നും കാണാൻ സാധിക്കും. ഇതുകൂടാതെ ബോക്സിനുള്ളിൽ യൂസർ മാനുവലും സ്ക്രീൻ പ്രൊട്ടക്ടർ ഒട്ടിക്കുന്നതിന് മുമ്പായി വാച്ച് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ലോത്തും നൽകിയിട്ടുണ്ട്. ബോക്സിനകത്ത് നമുക്ക് ഫസ്റ്റ് കിട്ടുക ഇതുപോലൊരു സിലിക്കൺ സ്ട്രാപ്പാണ്. വളരെ മികച്ച ക്വാളിറ്റിയിലുള്ള ഒരു സിലിക്കൺ മെറ്റീരിയൽ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന സ്ട്രാപ്പ് തന്നെയാണ് ഇതോടൊപ്പം നൽകിയിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഇതോടൊപ്പം ഒരു ചാർജിങ് ഡോക്ക് വരുന്നുണ്ട്. ചാർജിങ് ഡോക്കിൻ്റെ ഒരു സൈഡിൽ USB ടൈപ്പ് A ആണ് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ സൈഡിൽ ഒരു ചാർജിങ് ഡോക്ക് വരുന്നുണ്ട്. നമുക്ക് വാച്ച് ഇതിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്തുകൊണ്ട് ചാർജ് ചെയ്യുന്ന തരത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വാച്ചിനെ പറ്റി പറയുന്നത് ഇത് മെയിനായിട്ട് എടുത്ത് പറയേണ്ട കാര്യം ഇതിൻ്റെ ഡിസൈനെ പറ്റിയാണ്. ഞാൻ പറഞ്ഞ പോലെ ഇത് റഗ്ഗഡ് ടൈപ്പ് ഡിസൈനാണ് വന്നിരിക്കുന്നത്. അതായത് വളരെ ഹാർഷ് ആയിട്ടുള്ള കണ്ടീഷനുകളിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വാച്ചാണിത്. ഈ വാച്ചിന്റെ ഫ്രെയിം നിർമ്മിച്ചിരിക്കുന്നത് സിങ്ക് അലോയ് എന്ന് പറയുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അടുത്തതായി ഇതിന്റെ ഡിസ്പ്ലേ പറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1.85 ഇഞ്ചിന്റെ സൂപ്പർ HD ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. IPS LCD ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. ഇതിന്റെ സ്ക്രീൻ റെസൊല്യൂഷൻ വന്നിരിക്കുന്നത് 320x380 പിക്സലാണ്. അടുത്തതായി നമ്മുടെ ബോക്സിനകത്ത് ഒരു യൂസർ മാനുവൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്ക്രീൻ പ്രൊട്ടക്ടർ വരുന്നുണ്ട്. സ്ക്രീൻ പ്രൊട്ടക്ടർ നമുക്ക് ഡിസ്പ്ലേ വൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വൈപ്പിംഗ് ക്ലോത്തും ഇതിനോടൊപ്പം നൽകിയിട്ടുണ്ട്. പുറകുവശത്തായി ചാർജർ കണക്ട് ചെയ്യാനുള്ള പിന്നും ബ്ലഡ് ഓക്സിജൻ ലെവൽ അറിയാനുള്ള സെൻസറും ഹാർട്ട് റേറ്റ് അറിയാനുള്ള സെൻസറും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സ്പീക്കറും നൽകിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വാച്ച് ഒന്ന് പവർ ഓൺ ചെയ്തിട്ട് നോക്കാം. പവർ ബട്ടണിൽ 5 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ വാച്ച് ഓൺ ആവുന്നതാണ്. അപ്പോൾ വാച്ച് ഫസ്റ്റ് ഓൺ ആക്കി നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരിക. നമുക്കിവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് QR കോഡ് ഉപയോഗിച്ച് ഫോണുമായിട്ട് പെയർ ചെയ്യാനുള്ള ഭാഗമാണ് വരിക. നമുക്ക് ഫോണിനകത്ത് ഈ QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് ഇവരുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇതാണ് വാച്ചിൻ്റെ ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്തിട്ട് ഡെയിലി ആക്ടിവിറ്റീസ് കാണുവാനുള്ള, അതായത് നമ്മുടെ കലോറീസ് എത്രയാണ് ബേൺ ആയത്, നമ്മുടെ ലൊക്കേഷൻ, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനുള്ള ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. വീണ്ടും സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ലീപ്പ് മോണിറ്റർ ചെയ്യാനുള്ള, നമ്മൾ എത്ര മണിക്കൂർ സ്ലീപ്പ് ചെയ്തു അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് വരിക. സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തായിട്ട് നമുക്ക് കിട്ടുക ഹാർട്ട് റേറ്റ് അറിയാനുള്ളതാണ്. നമുക്ക് നമ്മുടെ ഹാർട്ട് റേറ്റ് ഇത് ഉപയോഗിച്ച് കൃത്യമായി ട്രാക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് ഓക്സിജൻ ലെവൽ അറിയാനുള്ള സെൻസറിൻ്റെ ഭാഗങ്ങൾ വരുന്നുണ്ട്. പിന്നെ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെസ്സേജസ് വായിക്കാനുള്ള ഓപ്ഷനുണ്ട്. നമുക്ക് ഫോണുമായിട്ട് പെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിനകത്തുള്ള മെസ്സേജസ് എല്ലാം ഇവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നതാണ്. താഴേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോള്, അതുപോലെ തന്നെ മോഡ്, അതുപോലെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഭാഗം, സൈലൻറ്റ് മോഡ് ആക്കാനുള്ള ഓപ്ഷൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് വരിക. ഈ സ്പോർട്സ് മോഡിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പോർട്സ് മോഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഏകദേശം 70ഓളം സ്പോർട്സ് മോഡുകൾ ഇതിനകത്ത് ഇവർ കൊടുത്തിട്ടുണ്ട്. ഔട്ട്ഡോർ റണ്ണിങ്, സൈക്ലിങ്, സ്വിമ്മിങ്, ബാഡ്മിൻ്റൺ, അങ്ങനെ ഏകദേശം 70ഓളം സ്പോർട്സ് മോഡുകളാണ് ഈ ഒരു വാച്ചിനകത്ത് അവർ നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ചാർജിങ്ങിലൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. നമ്മുടെ ചാർജിങ് ഡോക്ക് മൊബൈലിൻ്റെ ചാർജറുമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു USB പോർട്ടിലോ കണക്ട് ചെയ്ത് നിന്ന് പവർ അപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നിട്ട് നമുക്കിത് മാഗ്നറ്റ് അറ്റാച്ച്ഡ് ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് വാച്ച് ഇതിനടുത്തേക്ക് കൊണ്ടുവന്നാൽ തന്നെ ഇത് മാഗ്നറ്റുമായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. നമുക്ക് ചാർജിങ്ങിൻ്റെ ഒരു സിമ്പിളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്.
നമുക്ക് ഇതിനടുത്തേക്ക് കൊണ്ടുവന്നതിന് കറക്റ്റായിട്ട് ആ ഒരു പോയിന്റിൽ ഇത് അറ്റാച്ച് ആവുന്നുണ്ട്. അപ്പോൾ ഈ വാച്ചിൻ്റെ പോസിറ്റീവ് സൈഡുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാനിത് ഉപയോഗിച്ചതിൽ വെച്ചിട്ട് എനിക്ക് തോന്നിയ കാര്യം ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെ പറ്റിയാണ്. ബിൽഡ് ക്വാളിറ്റിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ചൊരു ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു ഡിവൈസിൽ നൽകിയിരിക്കുന്നത്. അതായത് ഇത് അത്യാവശ്യം നല്ലൊരു ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തറയിൽ വീണ് കഴിഞ്ഞാലും അല്ലെങ്കിൽ അങ്ങനെയൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോഡി തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് IP69K വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡസ്റ്റ് പ്രൂഫുമാണ്. നമുക്ക് ഒരുപാട് ഡസ്റ്റ് ആയിട്ടുള്ള ഏരിയയിൽ ഉപയോഗിക്കുന്നതിനോ അല്ലെങ്കിൽ വെള്ളത്തിനടിയിൽ ഉപയോഗിക്കുന്നതിനോ യാതൊരു പ്രശ്നമില്ല. അത് അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇതിനകത്ത് നമുക്ക് ഡസ്റ്റ് പ്രൂഫാണെന്ന് ഞാൻ പറഞ്ഞു, പിന്നെ ഷോക്ക് പ്രൂഫാണ്. അതുപോലെ തന്നെ ഇത് ലോ ടെമ്പറേച്ചറിൽ നമുക്ക് ഉപയോഗിക്കാം. അതായത് ഇപ്പോൾ -ഡിഗ്രിയിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ബോർഡറിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ -ഡിഗ്രിയിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ്. അവർക്ക് നോർമൽ സ്മാർട്ട് വാച്ചുകൾ ഒരിക്കലും പ്രവർത്തിക്കത്തില്ല. കാരണം അതിൻ്റെ വർക്കിംഗ് ടെമ്പറേച്ചറിനേക്കാളും താഴെ ഉപയോഗിക്കുന്നത് ഒന്നും വർക്ക് ചെയ്യത്തില്ല. പക്ഷേ ഈ ഒരു വാച്ചിനെന്ന് വെച്ചാൽ നമുക്ക് -ഡിഗ്രിയിൽ വരെ യൂസ് ചെയ്യാനുള്ള കേപ്പബിൾ ആണ്. അതുപോലെ തന്നെ ഇത് നേരെ ഹൈ ടെമ്പറേച്ചറിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അത്തരത്തിലുള്ള ഏതെങ്കിലും ഇൻഡസ്ട്രിയൽ ഏരിയയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ഇത് ഹൈ ടെമ്പറേച്ചറിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് വൈബ്രേഷൻ റെസിസ്റ്റൻ്റ് ആണ്. അതായത് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വൈബ്രേഷൻ കൂടുതലുള്ള ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് ഇത് വേറെ പ്രോബ്ലം വരത്തില്ല. അതുപോലെ തന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന മറ്റ് കാര്യങ്ങളാണ്, നമുക്കിതിനകത്ത് സോളാർ റെസിസ്റ്റൻ്റ് ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ പെട്രോള്, മണ്ണെണ്ണ, ഡീസൽ അങ്ങനെയൊക്കെയുള്ള ലിക്വിഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ഇതിനകത്ത് വീണ് കഴിഞ്ഞാൽ ഇതിന് യാതൊരു പ്രോബ്ലം വരത്തില്ല. അത്തരത്തിലുള്ള ഒരു രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് എനിക്ക് തോന്നിയ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിതിൻ്റെ ടച്ച് റെസ്പോൺസ് വളരെ മോശമാണ്. നമ്മളിപ്പോൾ കറക്റ്റായിട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ ആ ഒരു സ്വൈപ്പും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് വരുന്നില്ല. ടച്ച് ചെയ്യുന്നത് ഇപ്പോൾ സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ അറിയാതെയൊക്കെ ടച്ച് ആവുന്നുണ്ട്. അത്തരത്തിൽ ആ ഒരു ടച്ചിൻ്റെ റെസ്പോൺസിബിൾ ആ ഒരു ഫാക്ടർ വളരെ ഒരു മോശമായിട്ട് തോന്നി. അത് മാത്രമാണ് എനിക്കിതിനകത്ത് നെഗറ്റീവായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ കാര്യത്തിലും സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഈ ഒരു വാച്ചിൻ്റെ വില വന്നിരിക്കുന്നത് ഏകദേശം 7000 രൂപയോളമാണ് വന്നിരിക്കുന്നത്. എക്സാക്റ്റ് പ്രൈസ് പറയാൻ കഴിയില്ല, കാരണം ഇതിപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ അല്ല. നമ്മളിത് ദുബായിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. വാങ്ങാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസും കാര്യങ്ങളും കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഏകദേശം 7000 രൂപയ്ക്കകത്ത് തന്നെയാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ക്ലിക്ക് ചെയ്തത് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.